മുഖ്യമന്ത്രി ചർച്ച സജീവമായി തന്നെ നിൽക്കുകയാണ്. മുഖ്യമന്ത്രി ആരെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ്. ഇനി വെറും 6 മണിക്കൂർ മാത്രമേ ഉള്ളൂ ആരെന്നറിയാൻ. നമ്മൾ തിരുവനന്തപുരത്തായിരുന്നു, അവിടെ പ്രതികരണങ്ങൾ തേടുകയായിരുന്നു. ഇനി നമുക്ക് കോഴിക്കോട്ടേക്ക് ഒന്ന് പോകാം. കോഴിക്കോട് ബീച്ചിൽ നിന്ന് സിനോജ് തോമസ് ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സിനോജ്. ഈ മുഖ്യമന്ത്രി ആര് എന്നറിയാനുള്ള കാത്തിരിപ്പ് ഇപ്പോൾ 11ാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ 6 മണിക്കൂർ കഴിയുമ്പോൾ ആ പേരിലേക്ക് എത്തും, ആരാണെന്ന് അറിയാൻ കഴിയും. എന്താണ് കോഴിക്കോട്ടുകാരുടെ മനസ്സിൽ? ശ്രുതി, റേജത്ത്, ഗുഡ് മോർണിംഗ്. അതായത് ഞാൻ കോഴിക്കോട് ബീച്ചിലാണുള്ളത്. മാക്സിമം ആളുകളുണ്ട്, രാവിലെ എക്സസൈസ് കഴിഞ്ഞിട്ടൊക്കെ നിൽക്കുകയാണ്. എവിടെ ആൾക്കാർ എവിടെ? നേരത്തെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ല. ആരാകും മുഖ്യമന്ത്രി? ആരെങ്കിലും ആയിക്കോട്ടെ. അതെന്താ അങ്ങനെ? അങ്ങനെയല്ല, കോൺഗ്രസ് തീരുമാനിച്ചോട്ടെ. ആരും ബേജാറാവണ്ട, സമയമായാലും ആയിക്കോളും. സമയമായിട്ടില്ല. സമയമായില്ല, സമയമുണ്ട് എല്ലാത്തിനും. പിന്നെ ലീഗിനോടുള്ള അന്തമായിട്ട് വെറുപ്പ് എന്തിനാണ്? ലീഗ് എന്താ ചെയ്തത്? ലീഗ് ജനങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് വീടെടുത്ത് കൊടുത്താൽ തെറ്റി? ലീഗിനൊന്നും പറയാൻ പാടില്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ലീഗ് അധ്വാനിച്ച് ലീഗിനൊന്നും പറയാൻ പാടില്ല. ബാക്കി എന്തായിരിക്കും പറയാം? എന്താ ഇത്ര അധികം ദേഷ്യം ലീഗിനോട്? ലീഗ് ചെയ്ത ഉപകാരങ്ങളൊക്കെ അറിയോ ആർക്കെങ്കിലും? ലീഗ് 65 മുതൽ ശരിക്കും ലീഗിനെ എനിക്കറിയാം. മനസ്സിലായ? ഞാൻ ഇവിടുത്തെ പ്രശ്നം ആരാകും മുഖ്യമന്ത്രി എന്നാണ്. അത് ആരെയായിക്കോട്ടെ. സതീശനാണ് പണിയെടുത്തത്. വീടി തന്നെ വരണം. വീടി അത്രയും കഷ്ടപ്പെട്ട് 5 കൊല്ലം പ്രതിപക്ഷത്തിരുന്ന് അത് നയിച്ച് പിന്നെ കോൺഗ്രസിനെ കൊണ്ടുവന്ന്. അപ്പം വീടി വന്നേ മതിയാവും. വീടിനെ ആഗ്രഹിക്കുന്നത് കേരളം മുഴുവൻ. ആരെങ്കിലും വേറെ പേര് പറയുന്നുണ്ടോ? എല്ലാരും വി ഡി സതീശനാണ്. RC-യില്ല, KC ഇല്ല, എല്ലാരും വി ഡി സതീശനാണ്. എന്തുകൊണ്ട് KC വേണ്ട? എന്തുകൊണ്ട് RC വേണ്ട? KC വി ഡി സതീശന്റെ മേലെയാണ്. പിന്നെ അയാൾ എന്തിനാ ചെറുതാവുന്നത് താഴോട്ടേക്ക് വന്നിട്ട്? അതിന്റെ ആവശ്യമില്ലല്ലോ. ഈ വി ഡി സതീശനെയും കർണാടക യെദ്യൂരപ്പനെയും എല്ലാവരെയും നിയന്ത്രിക്കേണ്ട ആളാണ് KC വേണുഗോപാൽ. പാവ അയാൾ ആരോ പിരികേറ്റിട്ട് എന്താക്കിയതാണ്, ഇങ്ങോട്ടേക്ക് അയച്ചതാ. അപ്പൊ അതുകൊണ്ട് ആ ഇരിക്കുന്ന സ്ഥലത്ത് KC ഇരിക്കണം. KC-നോട് വളരെ ബഹുമാനമുണ്ട്. KC അവിടെ തന്നെ ഇരിക്കട്ടെ എന്നാ പറയാനുള്ളത്. RC വേണ്ട. RC എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ മൂപ്പറ പിന്നും തന്നെ അവരെ ആൾക്കാർ തന്നെ കുത്തുന്നുണ്ട്. അതാണ് പ്രശ്നം. RC ആ കാലഘട്ടത്തിൽ RC ഉഷാറായിരുന്നു. RC-ന്റെ സമയം കഴിഞ്ഞ്. ഇപ്പൊ എന്റെ വാപ്പാന്റെ സമയം കഴിഞ്ഞ്. പിന്നെ ഞാനാണ് ആള്. അപ്പൊ അതേപോലെ ഓരോരു സമയം കഴിയല്ലോ. നാളെ വി ഡി സതീശന്റെ സമയം കഴിയും. അപ്പൊ അതുകൊണ്ട് പിന്നെ വി ഡി സതീശൻ തന്നെ വരണം. കേരളം കാത്തു നിൽക്കാണ് എല്ലാവരും. കേരളം മൊത്തം ഇനിയും കാത്തു നിൽക്കാൻ പറ്റൂല. എളുപ്പത്തിൽ തന്നെ വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അതേ വാക്കന്നെ വി ഡി സതീശനാണ് 5 കൊല്ലം പ്രവർത്തിച്ചത്. അയാൾ തന്നെ വരണം. അയാൾ അധ്വാനിച്ചതിന് ഫലം കിട്ടണം. ഒരുപാട് പുതിയ ആശയങ്ങളുണ്ട്. അയാൾ എങ്ങനെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ളത് അയാൾ തന്നെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വി ഡി സതീശൻ തന്നെ വേണമെന്നാണ് മൊത്തത്തിൽ ജനങ്ങളുടെ അഭിപ്രായം. കേട്ടല്ലോ, കോഴിക്കോട് ബീച്ചിലെ ഈ ആളുകളൊക്കെ തന്നെ പറയുന്നത് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരണം എന്നാണ് പറയുന്നത്. KC വേണ്ട, KC ഡൽഹി തന്നെ ഇരിക്കട്ടെ എന്നാണ് ബീച്ചിലുള്ള ആളുകൾ പറയുന്നത്. മുഖം മാറും കേരളത്തിന്റെ മുഖം, തീർച്ചയായും മുഖം മാറും. കേരളത്തിന്റെ മുഖം മാറും. എല്ലാ കുട്ടികളും മാറി വീടി വരുന്നെന്ന് കണ്ടതിനെ കൊണ്ടാ കേരളത്തിൽ ഇന്ന് UDF വന്നത്. വീടിനെ കണ്ടുകൊണ്ട് മാത്രമാണ് കേരളം ഇന്ന് വിജയിച്ചിട്ടുള്ളത്. പിന്നെ ലീഗിനോട് ആരും ചൊറിയാൻ പറ്റില്ല, അതും പറയാനുണ്ട്. 65% ലീഗിന്റെ പണി കൊണ്ടാണ് UDF വന്നിട്ടുള്ളത്. കുറെ ആൾക്കാർ മാളത്തിന് ഇപ്പം പുറത്തേക്ക് വരുന്നുണ്ട്. അതൊന്നും ഇങ്ങോട്ട് വരണം. അതൊന്നും വീടിന്റെ അടുത്ത് നടക്കൂല. ഇനിയുള്ള കുട്ടികളെ അതിനെ അനുവദിക്കൂല. തോമസ് കോഴിക്കോട് ബീച്ചിൽ നിന്നുള്ള പ്രതികരണങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അത് ലീഗ് പ്രവർത്തകരാണെന്ന് തോന്നുന്നു. വലിയ ആവേശത്തോടുകൂടി ആകാംക്ഷയോടുകൂടി എല്ലാവരും കാത്തിരിക്കുകയാണ്. എന്താണ് പ്രഖ്യാപനം? 3 പേരിൽ നിന്ന് ഏത് പേരിലേക്കാണ് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത്?